ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി നടന്നുവന്ന പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകളും സമാപിച്ചു. 63 വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നടന്ന വിപുലമായ പുണ്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭൂവായ ശിവനും പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ തലക്കോട്ടുകരയിൽ ഇരു പ്രതിഷ്ഠകൾക്കും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും സഹസ്ര കലശാഭിഷേകവും നടന്നത്. പൂർണ്ണമായും ഗുരുവായൂർ ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിലും ചെലവിലുമായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ജൂലൈ 8-ന് ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകളോടെ ആരംഭിച്ച ഉത്സവത്തിനാണ് ഇന്ന് ശുഭപര്യവസാനമായത്. ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പാൾ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ പ്രമുഖ താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠരും ചടങ്ങുകളിൽ പങ്കാളികളായി. ക്ഷേത്ര മേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത്ത് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ ക്ഷേത്രത്തിൽ വിപുലമായ പ്രസാദഊട്ട് നടന്നു. വരും ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ദർശന സൗകര്യങ്ങളും തുടരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾ സമാപിച്ചതോടെ പുനരുദ്ധാരണ പ്രക്രിയ പൂർത്തിയായ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രം ഇനി കൂടുതൽ ഭക്തജനത്തിരക്കിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.